മാഷിന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന റഫ്ന. അവതരണം സൽസാമുസ്തു. മുറുക്കെ പിടിച്ച റാഷിയുടെ കൈകൾ. സംഗതി പന്തിയില്ലെന്ന് മനസ്സിലാക്കി ജുബി ബെഡിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ റാഷി അവളെ പിടിച്ച് മടിയിലേക്ക് ഇട്ടു. റാഷിയുടെ കണ്ണുകൾ അവളിലാകെ ഒഴുകി നടന്നത് കാണെ ജുബിയിൽ നാണം മാറി പകരം പരവേഷം രൂപപ്പെട്ടു. നമുക്ക് ഉറങ്ങിയാലോ? എനിക്ക് വല്ലാണ്ട് ഉറക്കം വരുന്നു. എന്നെ ഇത്ര എത്തിച്ചിട്ടേ നീ എന്ന് ഉറങ്ങിയ തന്നെ. റാഷി അവളുടെ മുഖത്തോട് വിരലൊടിച്ചുകൊണ്ട് പറയേ ജുബിയുടെ തൊണ്ട വരണ്ടുപോയി. റാഷിക്ക. ഇഴഞ്ഞുപോയ കൈ മുഖത്തു നിന്നും കഴുത്തിലൂടെ മാറിലേക്ക് എത്തിയ സമയം ജുബി റാഷിയുടെ കൈ പിടിച്ചു വെച്ച് വിളിച്ചുപോയി. അവളുടെ അടഞ്ഞ കണ്ണുകളിൽ പതിയെ ചുംബിച്ചുകൊണ്ട് റാഷി അവളുടെ മുഖം പിടിച്ചുയർത്തേ ജുബി പതിയെ കണ്ണുകൾ തുറന്ന് റാഷിയുടെ കണ്ണിലേക്ക് നോക്കി. അടുത്തതായി അവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ചതും ആ ചുടുനിശ്വാസത്തിൽ ജുബി ഒന്ന് പിടഞ്ഞുപോയി. അവളുടെ അതിരുകളിലേക്ക് അതിരം ചേർത്തതും അവളുടെ കണ്ണുകൾ വിടർന്നു. ചെറു ചുംബനത്തിൽ തുടങ്ങിയ ചുംബനം ദീർഘമായി തുടരെ ജുബി പൂർണ്ണമായി പ്രണയ ചുംബനത്തിൽ ലയിച്ചുപോയിരുന്നു. റാഷിക്ക. ഒരു കിതപ്പോടെ റാഷിയുടെ ചുമരിലേക്ക് മുഖം ചേർത്ത് ജുബി വിളിക്കെ റാഷിയുടെ ചുണ്ടുകൾ വിടർന്നുപോയി. പ്രണയപരവശായി വിളിച്ചവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് റാഷി പുഞ്ചിരിച്ചു. ജുബി അപ്പോഴും കിതപ്പടക്കം കയ്യത് മുഖം താഴ്ത്തി കിടന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പെണ്ണിന് താങ്ങാനാവില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല. റാഷി പറഞ്ഞതിനൊപ്പം തന്നെ ജുബി മറുപടി പറഞ്ഞതും അത് കേട്ട റാഷി മുന്നിൽ തൻ്റെ പ്രണയം മാത്രം ആഗ്രഹിച്ചു നിൽക്കുന്നവളെ ചിരിയോടെ നോക്കി. പിന്നോട്ട് മാറാനൊരുങ്ങിയ റാഷിയുടെ ഷർട്ടിലായി പിടിച്ച് ജുബി അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിക്കവേ റാഷി അവളുടെ പ്രണയം മാത്രം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിയ ശേഷം സന്തോഷത്തോടെ ജുബിയുടെ ചുംബനത്തെ കണ്ണുകളടച്ച് സ്വീകരിച്ചു. അവളുടെ ഉടുപ്പിൽ കൂടെ കൈയിട്ട് അവൻ അവളെ കൂടുതൽ അടുപ്പിച്ച് അതിനെ നുണയാൻ തുടങ്ങി. അവളെയും കൊണ്ട് ബെഡിലേക്ക് വീഴാൻ അധികം സമയം വേണ്ടി വന്നില്ല. അവിടെ ഇരുവരുടെയും സിരകളിൽ പ്രണയമെന്ന വികാരം മാത്രം നിറഞ്ഞു നിന്നു. ഇരുവരും വിവസ്ത്രയാക്കപ്പെടുമ്പോഴും ഒരു ഇടവിടയില്ലാതെ ചുംബനങ്ങൾ കൈമാറുമ്പോഴും അവസാനം ഇരു മനസ്സും ശരീരവും ഒന്നായി അലിയുമ്പോഴും ഇരുവരും അങ്ങേയറ്റം പ്രണയിക്കുകയായിരുന്നു. കിതപ്പോടെ നെഞ്ചിലേക്ക് വീണവളെ പൊതിഞ്ഞു പിടിക്കെ ജുബി നാണം കൊണ്ട് റാഷിയെ നോക്കാതെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. അത് കണ്ട് ചിരിയോടെയും തൻ്റെ പെണ്ണിനെ പൂർണ്ണമായി അറിഞ്ഞതിലുള്ള സംതൃപ്തിയോടെയും റാഷിയുടെ ചുണ്ടുകളും അവളുടെ നഗ്നമായ ചുമലിൽ അമർന്നു. പിറ്റേന്ന് അരുണെവിടെ? അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ക്ലാസ് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുകയാണ് പുറത്തുനിന്ന് ആ ശബ്ദം കേട്ടത്. എണീറ്റ് പുറത്തു നിന്ന് നോക്കിയപ്പം കിച്ചുവും അച്ഛനുമാണ്. അഞ്ജു ആദ്യം തന്നെ ഫോൺ എടുത്ത് നോക്കി. അവളുടെ ഒന്നിലധികം മിസ്ഡ് കോൾസ് കാണേ അരുൺ ടെൻഷനോട് അഞ്ജുവിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പുറത്തേക്ക് വന്ന് അവിടെയുള്ള സെക്യൂരിറ്റിയെ പറഞ്ഞേച്ച് അരുൺ ചോദിക്കേ കിച്ചു വേഗം വന്ന് അരുണിൻ്റെ കയ്യിലൊരു ഫോൺ കൊടുത്തു. പെട്ടെന്ന് വേദന വന്ന് കൊണ്ടുപോയതാണ്. നിന്നെ കുറേ വിളിച്ചു എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെയല്ലേ, ഞങ്ങൾ നിന്നെ കൂടെ കൂട്ടാമെന്ന് കരുതി. ഫോണിൽ മായയുടെ അടുത്തായി ബെഡിലിരിക്കുന്ന അഞ്ജുവിനെ കാണിച്ചു കൊടുത്തതും അരുണിൻ്റെ മുഖം മാറി. ഞാനിപ്പം വരാം. തിരിച്ചകത്തേക്ക് പോയി അവരുടെ കൂടെ ഇറങ്ങുമ്പം അരുണിൻ്റെ കയ്യും കാലും വിറക്കുന്നുണ്ടായിരുന്നു. ഇപ്പം 6 മാസം ആയിട്ടേ ഉള്ളൂ. ഇതുവരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റിയാവോ? അരുണിൻ്റെ വേഗത കാണേ വിനോദ് കിച്ചുവിനെ നോക്കി. മായ കെട്ടിലേക്ക് കടന്നു. അഞ്ജു ഇന്നലെ വൈകിട്ടാണ് അങ്ങോട്ട് പോയത്. ഇന്ന് വൈകിട്ട് ചെന്നിട്ട് തിരികെ കൊണ്ടുപോകാമെന്ന് കരുതി നിന്നതായിരുന്നു. ഹോസ്പിറ്റലിലെത്തിയതും അരുൺ റൂം അടച്ചിട്ട് അങ്ങോട്ട് ഓടി. കിച്ചു അവൻ്റെ വെപ്രാളം കണ്ടിട്ട് ആദ്യമേ മായയോടും അമ്മയോടും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിരുന്നു. അഞ്ജു മോളെ. അടുത്തേക്ക് ഓടി വന്ന് പൂർണ്ണവന്നവനെ അരുണാണെന്ന് മനസ്സിലായപ്പം അഞ്ജു തിരിച്ചു പുണർന്നു. റൂമിലുണ്ടായിരുന്ന നഴ്സ് കയ്യിൽ ഡ്രിപ്പ് കാണിച്ചു കൊടുത്തു. ചിരിയോടെ പുറത്തേക്ക് പോകുമ്പം അഞ്ജുവിന് ചിരി പൊട്ടി. ഹരണേട്ടാ, എന്തത്? എനിക്കൊന്നുമില്ലെന്നേ. ഇല്ലാതെ പിന്നെ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഡോക്ടറെ അങ്ങോട്ട് വിളിപ്പിക്കാം. അവളുടെ മുടിയിലെ തലോടി അരുൺ പരിഭ്രാന്തിയോട് പറയേ ആ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെ മുന്നിൽ തൻ്റെ സ്നേഹം ചെറുതായി പോകുന്നത് പോലെ തോന്നി അഞ്ജുവിനെ. അരുണേട്ടൻ ടെൻഷൻ അടിക്കാതെ, ഡോക്ടർ ഇപ്പം വരും. എന്താ അച്ഛൻ ആളോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം. അരുൺ തലയാട്ടി പറഞ്ഞിട്ട് മുന്നിലുള്ളവളെ കൂട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുണ്ടമർത്തേ അഞ്ജുവിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്നാൽ അത് കണ്ട് അരുണാകെ തളർന്നുപോയി. ഇതുവരെ പൊന്നുപോലെ കൈവെള്ളയിൽ കൊണ്ടു നടന്നതാണ്. അങ്ങോട്ട് തനിയെ പറഞ്ഞേക്കണമെന്നില്ലായിരുന്നു. അവളുടെ നിർബന്ധമാണ്. ആരൊക്കെണ്ടായാലും എൻ്റെ അഞ്ജുവിന് ഞാനുള്ളതുപോലെ ആവില്ലല്ലോ. അരുൺ ചിന്തിച്ചു കൂട്ടി. ഒരുപാട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ വന്നതും അരുണെല്ലാം സംസാരിച്ച് സ്പെഷ്യൽ റെസ്റ്റ് എടുത്തോളന്ന് അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. അച്ഛനും അമ്മയും അഞ്ജുവിനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അരുൺ അവരുടെ അടുത്തേക്ക് ചെന്നു. ഒന്നും തോന്നലല്ല അമ്മാച്ച, ഞാൻ നോക്കിക്കോളാം പൊന്നുപോലെ. എല്ലാ ചടങ്ങും നമുക്ക് നടത്താം, നിങ്ങൾ ഇഷ്ടം പോലെ. പക്ഷെ അവളെ കൊണ്ടുപോയേക്കല്ലേ. എനിക്ക് ആളില്ലാതെ പറ്റാത്തോണ്ടാണ്. പറയുമ്പോൾ അരുണെ അവർ എന്ത് കരുതുമെന്ന ചിന്ത വേണമെങ്കിൽ നിറഞ്ഞ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചവരെ അറിഞ്ഞതും അരുണിൻ്റെ ഉള്ളം തണുത്തു. അവനിറങ്ങിയതും കാര്യം അറിഞ്ഞിട്ട് പൊടി ബാക്കിയുള്ളവരെയും കൊണ്ട് കോളേജിൽ നിന്നും അങ്ങോട്ടെത്തിയിരുന്നു. കുറച്ച് സമയം നിന്നപ്പോഴേക്കും അരുൺ റെസ്റ്റ് എടുക്കാൻ അഞ്ജു എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ റൂമിൽ നിന്ന് ഔട്ടാക്കി. പിന്നെ എല്ലാതും ലച്ചുവിൻ്റെ റൂമിൽ കൂടി. വിക്കിയുമായുള്ള കാര്യത്തിൽ അടുത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കുമെന്ന് ലച്ചു പറഞ്ഞതും
എല്ലാവരും നിലത്തുന്നതല്ലായിരുന്നു. ഇനി ആകെയുള്ളത് ലച്ചുവാണ്. അവളെ കൂടെ ഒരാൾക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതും കഴിഞ്ഞല്ലോ. സംസാരത്തിൽ പലതരം വിഷയങ്ങളും കടന്നു വന്നു ആയിരുന്നു. ലച്ചു മാളിൽ ഡ്രസ് റൂമിന് മുന്നിൽ മിനിയോ സോഫയിലിരുന്ന് ചുറ്റുമുള്ള ഓരോന്ന് നോക്കിയതും ഫോണിൽ വെറുതെ തലോടിയിരിക്കുകയാണ് പെട്ടെന്ന് കാത്തുനിന്ന് വെളിയെ തന്നെ തേടിയെത്തിയത്. ലച്ചു നോക്കിയതും കണ്ടു റെഡി കോസ്മിക്സ് നിൽക്കുന്ന വിക്കിയെ. കണ്ടതെ ലച്ചു അവനിൽ നിന്ന് നോട്ടം മാറ്റി എണീറ്റ് നിന്ന് ചുറ്റുമൊന്ന് നോക്കി. ആരുമില്ലെന്ന് ഉറപ്പാക്കി അടുത്ത നിമിഷം ഓടിച്ചെന്ന് വിക്കിയുടെ കവിളിൽ പിടിച്ച് ആട്ടി. ഒന്ന് എന്തിയ കണ്ണിന് മീതെ ഒരു ഉമ്മ കൊടുത്തു. ശേഷം ഒന്നും അറിയാത്തതുപോലെ മാറി നിന്നെങ്കിലും ഇടയ്ക്ക് നോട്ടും വായും പൊളിച്ചു നിൽക്കുന്ന വിക്കിയിലെത്തി. ഓ പിന്നെ കണ്ട മാതാമകളുടെ കൂടെ നെഞ്ചു വിരിച്ച് പാട്ട് പാടുമ്പോഴല്ലോ ഇത്രയും നാണം. വേറെ അഭിനയം. ഇത് അതുപോലെയാണോ ലച്ചു? അവളുടെ പറിച്ചിൽ കെട്ടിട്ട് ബ്ലേസർ അയച്ച് അവിടെ ഹാങ് ചെയ്ത് വിക്കി ചോദിക്കേ. ലച്ചു പിന്നെ എന്നുള്ള പോലെ നോക്കി. ഫാൻസ് കാണും കരുതിയിട്ടാണോ? ഒന്ന് ഏന്തി വിക്കിയുടെ കയറ്റിൽ ചുറ്റിപ്പിടിച്ച് ആ കണ്ണിലേക്ക് നോക്കി ചോദിക്കേ. ലച്ചു കാണുന്നുണ്ടായിരുന്നു വിക്കിയുടെ കണ്ണിൽ ഒളിഞ്ഞു കിടക്കുന്ന പ്രണയം. അധികമൊന്നും പ്രകടിപ്പിക്കാൻ അറിയില്ല വിക്കിക്ക്. ആദ്യമൊക്കെ അവനെ അറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. എന്നെ ഒട്ടുമ പ്രതീക്ഷിക്കാതെ വീട്ടുകാരും കൊണ്ടുവന്ന് തന്നെ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നെ ജീവനാണെന്ന് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഏട്ടനോടും അഞ്ജുവിനോടും വന്ന് പറഞ്ഞപ്പോൾ തിരിച്ചെന്നെ നോക്കി അവരോട് ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ നിന്നുപോയി എന്ന് വേണം പറയാൻ. ഒത്തിരി ഇഷ്ടമാണ് അവന് തന്നെ. വിഷമിക്കാതെ ഒത്തിരി കെയർ ചെയ്യുന്ന കൂട്ടത്തിലൊന്നുമല്ല. തനിക്ക് അങ്ങനെ ഒരാളെ വേണ്ടതാനും. എത്രയൊക്കെ തിരക്കിലാണെങ്കിലും പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ്. ഇവിടെയാണ് ഇത്രയും സമയം കഴിഞ്ഞിട്ട് കാണാം അല്ലെങ്കിൽ വിളിക്കാമെന്ന്. ഒരാഴ്ച 3 ദിവസം മാത്രമേ പൂർണ്ണമായി തൻ്റെ കൂടെ ഉണ്ടാകൂ. ചെയ്യുന്ന കാര്യത്തിലെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അത് വിക്കിക്ക് നിർബന്ധമാണ്. എന്നാൽ ഒട്ടുമോ ദേഷ്യപ്പെടാൻ അറിയാത്ത വിക്കി തൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആളാണ്. ഒത്തിരി ചിരിക്കും. കോമഡി പറയുന്നവർ വിക്കിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ജുബി ഇപ്പോൾ വിക്കിക്ക് അവൻ്റെ ഫേവറേറ്റ് ആളായി മാറിയിട്ടുണ്ട്. എത്ര എളുപ്പമാണ് ജീവിതത്തിൽ ഓരോന്ന് മാറി മറിയുന്നത്. അടുത്താഴ്ച ഞങ്ങളുടെ വിവാഹമാണ്. പൊടിയുടെയും തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ് വരാൻ പോകുന്നത്. വിക്കിയുടെ കണ്ണിലേക്ക് അങ്ങനെ നോക്കി നിൽക്കേ ലച്ചുവിൻ്റെ ഉള്ളം തണുക്കുന്നത് അവൾ അറിഞ്ഞു. അറിയില്ല അക്ഷയെ കണ്ട് മുട്ടിയത് എന്തിനായിരുന്നെന്ന്. കാരണം പ്രണയം എന്നത് എപ്പോഴും തന്നെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂന്ന് വിശ്വസിച്ച് എൻ്റെ മുന്നിലേക്കാണ് വിക്കി കടന്നു വന്നത്. സിദ്ധുവായിരുന്നു അക്ഷയ് എന്തായിരുന്നു എന്നെല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നത് വിക്കിയാണ്. അവൻ്റെ പ്രണയമാണ്. എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന എല്ലായ്പ്പോഴും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നതല്ല പ്രണയം. മറിച്ച് തന്നെ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുക, നല്ലതിലേക്ക് വഴി തെളിയിച്ചു തരിക. ഒട്ടുമേ ഹൃദയം കീറിമുറിക്കാതെ എന്നാൽ അല്പം ഇണങ്ങിയും പിണങ്ങിയുമുള്ള ജീവിതമാണ് യഥാർത്ഥ പ്രണയമെന്ന് അവൻ എന്നെ പഠിപ്പിച്ചു. തൻ്റെ ജീവിതത്തിൽ വിക്കി കടന്നു വരുന്നതിന് മുമ്പ് സിദ്ധുവും അക്ഷയും കടന്നു വന്നിട്ടുണ്ട്. അവരെന്തിനായിരുന്നു എന്നെന്ന് മറ്റുള്ളവർ വഴിയാണ് ഞാൻ അറിഞ്ഞത്. എന്നാൽ വിക്കി എല്ലാം അവനെനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സൗഹൃദം, പ്രണയം എല്ലാം. എന്തേ കുറേ നേരം നീ എൻ്റെ രക്തൂറ്റി കുടിക്കുന്നു? ടോപ്പിക്ക് മാറ്റാതെ ഞാൻ ചോദിച്ചതിനാദ്യമോ ഉത്തരം താ. എടി കങ്കാരും ഉണ്ടു. ദേ വിക്കി വേണ്ടട്ടാ. എപ്പോഴും തന്നോട് ഇങ്ങനെ ഒട്ടിക്കയറി നിൽക്കുന്നത് കൊണ്ട് വിക്കി അവളെ കളിയാക്കി വിളിക്കുന്നതാണത്. അല്ലാണ്ട് പിന്നെ നീ ഇങ്ങനെയൊക്കെ എന്നെ കൊങ്ങ വിളിച്ചോണ്ടതല്ലേ മോളെ? എന്തിന് ഒരു വന്നതാണോ? എൻ്റെ പൊന്നെ, നീ ബാക്കിയുള്ളവരെ നോക്കണ്ട. നീ പറഞ്ഞ അവരൊന്നും എനിക്ക് സ്വന്തമായവരല്ല. നീ മാത്രമാണ് വിക്കിയുടെ പെണ്ണ്. അങ്ങനെ മനസ്സിലുറപ്പിച്ച് വെച്ച എന്നോട് നീ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അവൻ്റെ സംസാരം കേട്ട് കുളിരി കോരി നിന്ന് ലച്ച് തോളിൽ വെച്ച് കൈമാറ്റാൻ നിന്നതും വിക്കിയുടെ കൈകൾ അവളുടെ ഉടുപ്പിൽ അമർന്ന് തന്നോട് ചേർത്ത് നിർത്തി കഴിഞ്ഞിരുന്നു. വിക്കിയുടെ നെഞ്ചിത്തട്ടി ആ കണ്ണിലേക്ക് നോക്കി നിൽക്കെ ലച്ചു അറിഞ്ഞു അവളുടെ ഹൃദയം ഇടിക്കുന്നത്. പ്രണയമെന്ന വികാരം നിറഞ്ഞ ഹൃദയത്തിൽ അതിൻ്റെ ഇണയെ അത്രമേൽ അടുത്ത് കണ്ടു നിന്നതിൽ സന്തോഷിക്കുന്നത്. ഡ്രസ്സെല്ലാം നമുക്ക് പിന്നെ വാങ്ങിക്കാം, പോയാലോ? കണ്ണിലേക്ക് നോക്കി ചോദിക്കുന്ന വിക്കിയുടെ ചോദ്യത്തിൽ ലച്ചു വേണ്ടെന്ന് തലയെട്ടി. അടുത്ത ആഴ്ചയാണ് നമ്മുടെ കല്യാണം. അതെനിക്ക് അറിയുന്നത് കൊണ്ടല്ലേ എപ്പോഴും ഞാൻ നിന്നെ ഇങ്ങനെ വാണിംഗ് ചെയ്യുന്നത്. കാറ്റ് പോലെ കാതിൽ പതിഞ്ഞ നേർത്ത സ്വരം. ലച്ചുവിൻ്റെ വിരലുകൾ വിക്കിയുടെ ഷർട്ടിലായി കൊരുത്തു പിടിച്ച നിമിഷം വിക്കി അവളെയും കൊണ്ട് പിന്നിലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയിരുന്നു. ചുമരിലേക്ക് ചേർത്ത് നിർത്തി മുഖം കൈക്കുമ്പിളിലെടുത്ത് അനുവാദത്തിന് വേണ്ടി കണ്ണിലേക്ക് നോക്കി നിൽക്കുന്ന വിക്കിയെ എതിർക്കാൻ ലച്ചുവിനാകുമായിരുന്നില്ല. ആദ്യ ചുംബനം. ലച്ചു അറിയുകയായിരുന്നു അതിനെത്രത്തോളം അത്തുപിടിപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്ന്. കീച്ചുണ്ടും മേൽച്ചുണ്ടും നുണഞ്ഞുകൊണ്ട് വിക്കി അവളിലേക്ക് ചേർന്ന് നിൽക്കെ ലച്ചുവിൻ്റെ ചുണ്ടുകൾ ചലിക്കാൻ തുടങ്ങിയിരുന്നു. ഇരുവരും പരസ്പരം അതരം വന്യമായി തുണഞ്ഞുകൊണ്ട് പ്രണയചുംബനം കൈമാറി മനസ്സിന് കടിഞ്ഞാണിട്ട് അച്ഛനോട് ചേർന്ന് കിടക്കുകയാണ് അരുൺ. ഷർട്ട് ഉയർത്തി തിളങ്ങും നേരത്തെ വെളുത്തതായതിൽ ചുണ്ടമർത്തി അച്ഛനറിഞ്ഞതുപോലെ ആളെന്ന് അരുണിനെ തള്ളി. നിനക്കിപ്പോൾ കുറച്ചായി നിന്റെ മമ്മയൊക്കെ തൊടുന്ന തൊട്ടും പിടിക്കുന്നില്ലല്ലോ. വലത് കൈ തലയ്ക്ക് താങ്ങി ബെഡിൽ ഇരുവശം കിടന്നുകൊണ്ട് അരുൺ ചോദിക്കെ കണ്ണുമടച്ച് കിടന്ന അഞ്ജു ചെറുതായി അടഞ്ഞായ കണ്ണു തുറന്ന് അരുണിനെ നോക്കി. നീ ഇങ്ങോട്ട് വാ, എന്നിട്ട് വേണം എനിക്കെൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ സ്നേഹം കൊണ്ട് മൂടാം. കണ്ടില്ലേ അവൾ നോക്കുന്നത്? എനിക്കറിയാം മനസ്സിലെന്താണെന്ന്. പറഞ്ഞിട്ട് അരുൺ കള്ളച്ചിരി ചിരിക്കെ അഞ്ജു അവൻ്റെ താടിയെ പിടിച്ചൊന്ന് അടുത്തേക്ക് വലിച്ചു. അയ്യടാ, എനിക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ചിരി പിടിച്ച് വെച്ചിട്ട് അഞ്ജു പറയുമ്പം
അരുണിൻ്റെ കൈകൾ അവളിലൂടെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നിന്നെ സ്നേഹിക്കാനും പ്രണയിക്കാനും യാതൊരു തടസ്സമില്ല കുഞ്ഞിപ്പെണ്ണെ. കാലമോ സന്ദർഭമോ ഒന്നുമല്ല ബാധിക്കില്ല. നീ എൻ്റെയാണ്, അരുണിൻ്റെ മാത്രം പെണ്ണ്. അങ്ങനെയല്ലേ? ആർദ്രമായുള്ള അരുണിൻ്റെ ഓരോ വാക്കുകളും അഞ്ജുവിൻ്റെ കണ്ണുകളാണ് നിറയിപ്പിച്ചത്. ഇനി ഡേറ്റ് പറഞ്ഞതല്ലോ, അന്നത്തെ വേദനയ്ക്ക് ശേഷം അറിയില്ല, വാക്കുകളില്ല എനിക്ക് അരുണേട്ടൻ എങ്ങനെയാണ് തന്നെ നോക്കിയതെന്ന്, പരിപാലിച്ചതെന്ന് പറയാൻ. ഒന്നു മാത്രം അറിയാം, ഈ ലോകത്ത് അരുണിനെ പോലെ മറ്റൊരാൾക്കും അഞ്ജുവിനെ ഇത്രമേൽ പ്രണയിക്കാൻ കഴിയില്ലെന്ന്. നെഞ്ചോട് മുഖമൊളിപ്പിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അരുണിൻ്റെ കൈകൾ അഞ്ജുവിൻ്റെ തലയിലായിരുന്നു. ഏത് മനുഷ്യരെയും പൂർണ്ണമായി മാറ്റാൻ ഇതിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പവിത്രമായ ഞങ്ങളുടെ ഈ ബന്ധം ഇത്രമേൽ മനോഹരമായത് ഈ താലി ഞാൻ അവളിൽ ചാർത്തിയത് മുതലാണെന്ന്. അതാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. അരുണെന്ന വ്യക്തിക്ക് ഇത്രമേൽ മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചിരുന്നു? തുടരും. ബാക്കി നാളെ കാണാം. ബൈ ബൈ.